ലോ ഓഫ് റിഫ്രാക്ഷൻ. ഈ ലോക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, എഴുതി വെച്ചോളൂ. സ്നെൽസ് ലോ. എന്താണ് സ്നെൽസ് ലോ? സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതി വെക്കാം. അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ, the ratio of sine of angle of incidence to sine of angle of refraction for a pair of media is a constant. എന്നുവെച്ചാൽ നമ്മൾ പഠിച്ചു, ഒരു രണ്ട് മീഡിയങ്ങൾക്കിടയിൽ അല്ലേ ലൈറ്റ് ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് റെയറിൽ ഡെൻസറിലേക്കാണ് പോകുന്നതെങ്കിൽ ബെൻഡിങ് ടുവേർഡ്സ് ദ നോർമൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, ഇത് വാട്ടർ, അതുപോലെ ഇത് ഗ്ലാസ്. അല്ലെങ്കിൽ നമുക്ക് ജനറലി പറയാം, ഇത് മീഡിയം 1, ഇത് മീഡിയം 2. ഇത് ഫസ്റ്റ് മീഡിയം എന്നും സെക്കൻഡ് മീഡിയം എന്നും മനസ്സിലാക്കരുത്. ഇത് മീഡിയം 1, ഇത് മീഡിയം 2. അപ്പോൾ നോർമലുമായി ഇൻസിഡൻറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേപോലെ നോർമലുമായി റിഫ്രാക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ. അപ്പോൾ സ്നെൽസ് ലോ അനുസരിച്ച് മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാം സൈൻ ഐ, അതായത് ഈ ആംഗിൾ മെഷർ ചെയ്തിട്ട് അതിൻ്റെ സൈൻ എടുത്തു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റിന് ഒരു പേരുണ്ട്, അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു നമ്മൾ വിളിക്കുന്നത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. ഇയാളുടെ പേരാണ് ഈ N21. ഇതിനെ N21 എന്ന് വിളിക്കരുത്. ഇത് വിളിക്കേണ്ടത് എന്താണ്? ഇത് വിളിക്കേണ്ടത് N21 എന്നല്ല, N21 എന്നാണ്. N21ൻ്റെ പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. അതുകൊണ്ട് തന്നെ ഒന്നിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒന്നിനെ കമ്പയർ ചെയ്ത് പറയുന്നതുകൊണ്ട് ഇവൻ്റെ മറ്റൊരു പേര് കൂടി ഉണ്ട്. അത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N21. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടീൻ്റെ ഡൗട്ട് ഇങ്ങനെയാണ്, ഇതേ ഡയഗ്രാം നമുക്ക് ആരോ മാർക്ക് മാറ്റിയിട്ട്, ഇപ്പോൾ ലൈറ്റ് സോഴ്സ് ഇങ്ങനെയാണ് ചരിച്ച് വെച്ചിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ അങ്ങ് പോകും. ഇനി ലൈറ്റ് സോഴ്സ് നമ്മൾ ഇങ്ങനെയാണ് ചരിച്ച് വെച്ചതെങ്കിലോ, അതായത് വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ആദ്യത്തേത് ലൈറ്റ് പോകുന്നത്, എന്നാൽ ഇവിടെ ഗ്ലാസ്സിൽ നിന്നും വാട്ടറിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഇതിനെ നേരെ റീട്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതെങ്ങനെയാണോ വന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഐയും ഇത് ആറും ആണ്. അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കേണ്ടി വരുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നം ഈ ഒരു സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ആണ് കാണേണ്ടത് വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 ആണെങ്കിൽ, അതായത് നമുക്ക് ഈ ഒരു ഡയഗ്രാം എടുത്ത് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2, അതായത് എനിക്ക് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാണേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ദിസ് മീഡിയം ആണെങ്കിൽ ഞാൻ ആദ്യം ആ മീഡിയത്തിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ആ മീഡിയത്തിലുള്ള ആംഗിൾ എടുക്കരുത്. ആദ്യം ഞാൻ തൊട്ടപ്പുറത്തുള്ള മീഡിയത്തിലുള്ള ആംഗിളാണ് എടുക്കേണ്ടത്. സൈൻ ഐ എന്നുള്ളത് എവിടെ? ഇതാണ് ഐ. എനിക്ക് കാണേണ്ടത് ഇതാണ്. ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ഞാൻ ആദ്യം സൈൻ ഓഫ് ദി ആംഗിൾ എടുക്കേണ്ടത് ഇതാണ്, ഡിവൈഡഡ് ബൈ സൈൻ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ. അതായത് N12 അപ്പോൾ എന്തായിരിക്കും? N21 എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം, സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. അത് ഈ ഡയഗ്രത്തിൽ നിന്നായിരുന്നു നമ്മളത് കണ്ടുപിടിച്ചത് അല്ലേ. ലൈറ്റ് ഇങ്ങനെ വീഴുന്നു, അത് ബെൻഡിങ് ടുവേർഡ്സ് എ നോർമൽ. ഇത് വാട്ടറാണ്, ഇത് ഗ്ലാസ് ആണ്, ഇത് മീഡിയം 1 ആണ്, ഇത് മീഡിയം 2 ആണെങ്കിൽ N21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണേണ്ട റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ മീഡിയത്തിൻ്റെത്. അപ്പം ഞാൻ ആദ്യം ഈ ആംഗിളാണ് എടുക്കേണ്ടത്, ഐ, ഇത് ആർ. ഓക്കെ, ഇതേ ഡയഗ്രത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം വാട്ട് ഇസ് N12. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 ആണ്. അപ്പോൾ ഞാൻ ആ ആംഗിൾ ആദ്യം എടുക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം ആംഗിൾ ഏതെടുക്കണം?
സൈൻ ആർ ബൈ സൈൻ ഐ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ എയും അതുപോലെ ഈ ഇക്വേഷൻ നമ്പർ ബിയും കമ്പയർ ചെയ്താൽ എനിക്ക് എന്ത് മനസ്സിലാകും? n21 ഈസ് ഈക്വൽ ടു 1/n12. നോക്കിയേ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് നോക്കണം. എന്താണ്? n21 ഈസ് ഈക്വൽ ടു 1/n12 ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിനെ n21 ഇങ്ങനെ രണ്ട് നമ്പർ വന്നു കഴിഞ്ഞാൽ രണ്ട് മീഡിയങ്ങൾ നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. എന്നാൽ ചില സമയത്ത് നിങ്ങൾ n എന്ന് മാത്രമോ n1 എന്ന് മാത്രമോ n2 എന്ന് മാത്രമോ നിങ്ങൾ കാണും. അപ്പോൾ ഇതിൻ്റെ പേരാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എഴുതി വെച്ചോളൂ, അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? The ratio of speed of light in vacuum to speed of light in a medium is called absolute refractive index of that medium. Mathematically, n is equal to c by v. അപ്പോൾ എന്തായിരിക്കും? c സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്, v സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ ഇതിൻ്റെ പേരാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ പറയൂ, വാട്ട് അബൌട്ട് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ മീഡിയം 1നെ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1. അപ്പോൾ മീഡിയം 1ലെ സ്പീഡാണ് v1. വാട്ട് അബൌട്ട് n2? c ബൈ v2. അപ്പോൾ നമുക്ക് n21നെ ഇത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വെൻ യു കമ്പയർ വിത്ത് 2 and 1. അപ്പോൾ n21നെ ഞാൻ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടൈമിൽ നമുക്ക് എഴുതാം n2 ബൈ n1. n2 എന്താ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താണ് n2? c ബൈ v2 ബൈ c ബൈ v1. സിയും സിയും ക്യാൻസൽ ആവും, നമുക്ക് കിട്ടും v1 ബൈ v2. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം n21 is equal to v1 by v2. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടാൽ എങ്ങനെ മനസ്സിലാവും? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നമുക്ക് ഒരു മീഡിയത്തിനെ പറ്റി മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ട് മീഡിയങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ടാവും.